മതതീവ്രവാദികളെ തീറ്റിപ്പോറ്റി വളർത്തി ചെല്ലും ചെലവും വെള്ളവും വളവും കൊടുത്ത് മതത്തിന്റെ നൂലിൽ കെട്ടുന്ന പാകിസ്ഥാനികൾക്ക് മർമ്മം നോക്കി അടികൊടുത്തു കഴിഞ്ഞു. അടിയുടെ ചൂടിൽ പരക്കം പായുകയാണ് പാകിസ്ഥാനികൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച പുതിയ സഖ്യ രൂപീകരണ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ഹെക്സഗൺ ഓഫ് അലയൻസ് മുസ്ലിം ഉമ്മത്തിനെ വിഭജിക്കാനുള്ള നീക്കമാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഈ സഖ്യം മുസ്ലിം ഉമ്മത്തിനെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും വിഭജിക്കാനും അതിന്റെ ഐക്യം തകർക്കാനുമുള്ള ശ്രമമെന്നാണ് പാക് സെനറ്റ് ആരോപിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടെൽ അവീവ് സന്ദർശനത്തിന് മുന്നോടിയായാണ് നെതന്യാഹു ഹെക്സഗൺ ഓഫ് അലയൻസ് എന്ന സഖ്യത്തെ പറ്റി വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ് കൂടാതെ പേര് വെളിപ്പെടുത്താത്ത ചില അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ഈ സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ നേതൃത്വം നൽകുന്ന റാഡിക്കൽ ഷിയ അച്ചുതണ്ടിനെയും ICC-യുമായി ബന്ധപ്പെട്ട റാഡിക്കൽ സുന്നി അച്ചുതണ്ടിനെയും പ്രതിരോധിക്കുകയാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് നെതന്യാഹു പറഞ്ഞു. ഒരേ ലക്ഷ്യങ്ങളും വെല്ലുവിളികളും നേരിടുന്ന രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഈ നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലും പരിസരത്തുമായി ഒരു സഖ്യ സംവിധാനം രൂപീകരിക്കാനാണ് ഇസ്രായേൽ നിലവിൽ ലക്ഷ്യമിടുന്നത്. നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ പാകിസ്ഥാൻ സെനറ്റ് ഐകകണ്ഠേന പ്രമേയം പാസാക്കി. ഇസ്രായേലിന്റെ ഈ പദ്ധതി ഒരു മുസ്ലിം വിരുദ്ധ സഖ്യമാണെന്നാണ് പ്രമേയത്തിൽ ആരോപിക്കുന്നത്. ഭരണകക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അംഗം പലോഷ മുഹമ്മദ് സായിദ് ഖാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഹെക്സഗൺ ഓഫ് അലയൻസ് സംബന്ധിച്ച് പാകിസ്ഥാൻ ആശങ്ക പ്രകടിപ്പിച്ചതോടെ അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദിയിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ഭിന്നതകൾ ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ മൾട്ടി അലൈൻമെന്റ് എന്ന വിദേശ നയതന്ത്രം ശക്തിപ്പെടുത്തിയ രാജ്യമാണ്. പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായും ഗൾഫ് രാജ്യങ്ങളുമായും ഒരേ സമയം തന്ത്രപരമായ ബന്ധം വളർത്തിയെടുത്തത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. ഇസ്രായേലുമായി പ്രതിരോധ, സാങ്കേതിക, കാർഷിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തിയതോടെ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമായും ഇന്ത്യ മികച്ച ബന്ധം നിലനിർത്തുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പങ്കാളിയായ ഒരു സഖ്യം മുസ്ലിം ഉമ്മത്തിനെ വിഭജിക്കുമെന്ന ആരോപണം യാഥാർത്ഥ്യപരമല്ല. എന്നാൽ ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ നയത്തിനോട് മൗനമായിരിക്കുന്ന രാജ്യവുമല്ല ഇന്നത്തെ ഇന്ത്യ. പാകിസ്ഥാന്റെ പ്രതികരണം ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പ്രതിഫലനമായി വിലയിരുത്തേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധിയും അന്താരാഷ്ട്ര തലത്തിൽ കുറഞ്ഞു വരുന്ന നയതന്ത്ര സ്വാധീനവും പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധ നിലപാടുകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇന്ത്യ ആഗോള വേദികളിൽ ശക്തമായ പങ്കാളിത്തം ഉറപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രതികരണങ്ങൾ ഉയർത്തുക എന്നത് പാകിസ്ഥാന്റെ പതിവ് രാഷ്ട്രീയ തന്ത്രമായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയം മതാധിഷ്ഠിത കൂട്ടായ്മകളിൽ കേന്ദ്രീകരിച്ചിട്ടില്ല, മറിച്ച് ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക വികസനവും സുരക്ഷയും ആധാരമാക്കിയതാണ്. ഇസ്രായേലുമായുള്ള ബന്ധം സാങ്കേതിക വിദ്യ, പ്രതിരോധം, കൃഷി, നവീകരണം തുടങ്ങിയ മേഖലകളിൽ പ്രായോഗിക നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും പ്രവാസി സമൂഹത്തിനും നിർണായകമാണ്. അതിനാൽ ഒരു സഖ്യരൂപീകരണ നീക്കം മതവിഭജന ലക്ഷ്യമാണെന്ന് വിശേഷിപ്പിക്കുന്നത് അതിരൂക്ഷവൽക്കരണമാണ്. കൂടാതെ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നത് സാധാരണ സംഭവമാണ്. സുരക്ഷാ വെല്ലുവിളികൾ, സാമ്പത്തിക സഹകരണം, സാങ്കേതിക പങ്കാളിത്തം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടുകെട്ടുകൾ വികസിക്കുന്നത്. ഇന്ത്യ ഇതിൽ പങ്കാളികളാകുന്നത് സ്വാഭാവികമായ നീക്കമാണ്. ഇതിനെ മുസ്ലിം ലോകത്തിനെതിരായ നീക്കം എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രയോജനങ്ങൾക്കായുള്ള പ്രചരണമായാണ് കാണപ്പെടേണ്ടത്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് നയതന്ത്രപരമായ നേട്ടമാണ് കൂടുതൽ ദൃശ്യമാകും. വിവിധ ഭൂരാഷ്ട്രീയ വേദികളിൽ സമതുലിത ബന്ധം പുലർത്താനുള്ള ഇന്ത്യയുടെ കഴിവ് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ. പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പിന്തുണ നേടാൻ സാധ്യത കുറവാണ്. മറിച്ച് ഇത് ഇന്ത്യയുടെ സ്വതന്ത്രവും പ്രായോഗികവുമായ വിദേശ നയത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന സാഹചര്യമായി മാറുകയും ചെയ്യും. ഇന്ത്യയുടെ ബഹുമുഖ കൂട്ടുകെട്ട് നയം ആഗോളതലത്തിൽ കൂടുതൽ അംഗീകാരം നേടുമ്പോൾ ആരോപണ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.